അങ്ങനെ ഞങ്ങള് സൂററ്റിലെ 3-ാം ദിവസം ഇന്നലെ എവിടെയൊക്കെ പോയിന്നപ്പോ ഈ 30 പറയണ അവിടെയൊക്കെ മോശം, അവിടെ ഒന്നും നന്നല്ല, അവിടെ ഒന്നും കൊണ്ടുപോകില്ല ഞാന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മുഹറം സ്വന്തം ചേട്ടായി നമ്മളെ പറ്റിക്കായിരുന്നു ഇന്നലെ. മൊത്തം ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. സോ ഇതാണ് നമ്മുടെ സൂററ്റ് സ്പെഷ്യൽ. ഇത് ശല്യങ്ങളാ, വിഷ്വല് കാണിക്കാൻ പറ്റാത്ത സാഹചര്യം. വെൽക്കം ടു മുൻഷാസ് ജേണൽ. അങ്ങനെ ഞങ്ങള് സൂററ്റിലെ 3-ാം ദിവസം, എന്ന് വെച്ചാൽ ഷോപ്പിങ്ങിന്റെ 2-ാം ദിവസത്തിലേക്ക് ഇറങ്ങിയേക്കുവാണ്. ഓട്ടോയിൽ തന്നെ. ഇന്ന് നമ്മുടെ ഓട്ടോ ഏട്ടൻ പറ്റിച്ചില്ല, ബ്ലോക്കിനാന്ന് പറഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞു. സോ ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ ഡയറക്റ്റ് അങ്ങ് പോവാന്ന് വിചാരിച്ചു. മൂപ്പര് അങ്ങോട്ട് എത്താന്ന് പറഞ്ഞു. സോ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കഴിക്കണം. കഴിച്ചതിന് ശേഷം ഫുൾ കുലുക്കാണ്. യെസ്, ഫുൾ കുലുക്കാണ്, ബഹളം, ഓട്ടോ. ഞങ്ങൾ എത്തി. ഞങ്ങൾ ബാക്കി വിശേഷങ്ങൾ പറയാം. സെക്കൻഡ് ഡേ ഓഫ് സൂററ്റ്. പഠിക്കുകയാണോ ഗൗരി? എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ കയറിയേക്കുവാണ്. എന്താ ഓർഡർ ചെയ്യുന്നത്? അറിയില്ല. എന്താ ഓർഡർ ചെയ്ത ഗൗരി? എന്താ ഓർഡർ ചെയ്തെന്ന് വെച്ചാ ബട്ടർ നാനു, പിന്നെ ആലു മട്ടർ. കാരണം ഇവിടെ ചായ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷമം. സോ ഞങ്ങൾ ചായ കുടിക്കാതെ ഇത് കഴിച്ചിട്ട്, ഇത് ഞങ്ങളുടെ ബ്രഞ്ച് ആണെന്ന് സത്യം പറഞ്ഞു. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒന്നാക്കാന്ന് വിചാരിച്ചു. സോ അങ്ങനെ എന്തായാലും കഴിച്ചിട്ട് ഞങ്ങൾ അടുത്ത പരിപാടികളിലേക്ക് ഇറങ്ങുകയാണ്. ഗൗരിയുടെ റീലെടുപ്പ് തുടങ്ങി. എന്റെ സെൽഫി ബ്ലോഗിങ്. സോ തുടങ്ങല്ലേ? മതി ഗൗരി റീലെടുത്തത്. എന്താണ് ചായയുടെ വില? ഇതിപ്പോ എത്രാമത്തെ ഷോപ്പാ ഗൗരി? 4-ാമത്തെ. 4 5 കൂടിയെങ്കിലേ ഉള്ളൂ. സോ ഗൈസ്, നമുക്ക് അങ്ങനെ സമയം 2:44. 2:45 അടുപ്പിച്ച് ഞങ്ങൾ ഇപ്പോൾ വേറെ ഷോപ്പിലേക്ക്. നമ്മൾ ഇന്ന് പുതിയ 2 ഓട്ടോസ് നമ്മുടെ പഴയ ആള്. അതടക്കം 4-ാമത്തെ. ആദ്യത്തെ ആള് ഭയങ്കര പൈസ വാങ്ങുന്ന, അയാൾക്ക് പക്ഷേ പൈസ വാങ്ങാറും ബിസിനസ് എല്ലാം അയാൾ ഫോക്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള പിന്നെ 2-ാമതൊരാള് കൊണ്ടുപോയത് നല്ല സ്ഥലത്തേക്കാ. നമ്മൾ ഡ്രസ്സ് എടുത്തു. നമ്മൾ കാണിച്ചു തരാം കളക്ഷൻസ് ഒക്കെ. ഡ്രസ്സ് എടുത്തു. പക്ഷെ നമുക്ക് കോസ്റ്റ് ഇത്തിരി കൂടുതലായിരുന്നു. സോ നമ്മളത് പിന്നെ ഒന്നും കൂടി നോക്കണം എന്നുള്ള വിചാരിച്ചിട്ട് അത് നമ്മുടെ ആദിൽ ഭായി വേറൊരു ഭായിനെ നമ്മളെ എത്തി. പുതിയ ഓട്ടോക്കാരനെ ആദിൽ ഭായിയുടെ ഭായിയാന്ന് പറഞ്ഞിട്ട് മൂപ്പര് നമ്മൾ നല്ല സേഫ് ആയിട്ട് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് മനസ്സിലായത് ഇന്നലെ എവിടെയൊക്കെ പോയിന്നപ്പോ ഈ മൂപ്പര് പറയണ അവിടെയൊക്കെ മോശം, അവിടെ ഒന്നും നന്നല്ല, അവിടെ ഒന്നും കൊണ്ടുപോകില്ല ഞാന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മൂപ്പര് സ്വന്തം ചേട്ടായി നമ്മളെ പറ്റിക്കായിരുന്നു ഇന്നലെ. ഇന്ന് മൂപ്പര് പറഞ്ഞേ ഹൈലൈറ്റ് എല്ലാവർക്കും. അതുകൊണ്ട് ഞങ്ങള് വ്ളോഗിന്റെ കുറെ പാർട്ടൊന്നും എടുത്തില്ല. കാരണം നമ്മളിങ്ങനെ നടന്ന് അപ്പപ്പോ വാങ്ങുന്നോണ്ട് കയ്യിൽ കവറും എല്ലാം ഉള്ളത് കൊണ്ട് നമുക്കങ്ങനെ മൊത്തം വ്ളോഗ് എടുത്ത് മൊത്തം ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. കവറുള്ളോണ്ട് പിടിച്ച് നടക്കുന്നോണ്ട്. നാളെ ഇങ്ങനെ സമയം കിട്ടുമ്പോ കുറച്ച് ഞങ്ങളൊന്നും ഫുഡ് കഴിച്ചില്ല. ആകെ കഴിച്ച് കണ്ടോ, ഒരു ഇതടിച്ചിട്ട് പോലും അവര് വഴിയിൽ നിന്ന് മാറുന്നില്ല. നമ്മള് വന്നതാ മാലും പോകാം. ഞങ്ങൾ നോക്കട്ടെ. സോ ഞങ്ങള് കുറച്ചധികം പർച്ചേസ് ചെയ്തു. കണ്ടോ പുറകിലിരിക്കുന്നുണ്ട്. ഇതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോവാണ്. സത്യം കുറെ സ്ഥലത്തെ പറ്റും. ഭയങ്കര മടുത്തു. അപ്പൊ ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഓട്ടോ ഒരു സ്ഥലത്ത് കൊണ്ടുപോവാണ്. അപ്പൊ ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി എത്തി. ടയർഡ്. ഇന്ന് സത്യം പറഞ്ഞ 6 മണി ആയിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ കയറുവാണ് പറയുന്നത്. ഭയങ്കര എക്സോസ്റ്റഡ് ആണ്. സോ നമ്മളത് കഴിക്കാൻ പാനിപ്പൂരി എടുത്ത് നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു. സോ ഇതാണ് പാനിപ്പൂരി. നമ്മള് റോഡിന്റെ സൈഡിൽ നിന്നാണ് കഴിക്കുന്നത്. കാരണം ഇത് ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞു. ഓണിയൻ ചായയും മീട്ടാനിയൻ ചായയും.
ആണോ? इसको मीठा चाहिए. कलाओ. ये क्या है? ചുറുമ. ഇത് പാനിപ്പൂരി പൊട്ടിച്ചിട്ടിട്ടുള്ള ഒരു മിക്സ്, മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് ആലുവൊക്കെ ഇട്ടിട്ട് ചുറുമ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ പിടിക്കാം. ഇതില്ല. ടിഷ്യൂ വെറുതെ ആയിട്ട് കൊള്ളാവോ? പാനിപ്പൂരിയേക്കാളും നല്ലത്. ശരി പോടോ. ചുറുമ എനിക്ക് ഇഷ്ടപ്പെട്ടോ. കഴിക്കാം. ഒരു തുള്ളി ഒരു ഉപ്പുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഇവിടെ എല്ലാത്തിനും അങ്ങനല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ചുറുമ നല്ല സ്ഥലമാണ്. ബൈ അച്ഛാ സ്പേസ്. താങ്ക് യു. ഇതിനി കഴിച്ചിട്ട് ബാക്കി വിശേഷം. എത്രയാ ഇതിന്? नहीं 90. चूरमा को कितना? 30. പാനിപ്പൂരി 30. ഇവിടെ പാനിപ്പൂരിക്ക് 30 രൂപയാണ്, ചുറുമയ്ക്കും 30 രൂപ. ആ എങ്ങനെ ഉണ്ടായിരുന്നു ഗൗരി? സൂററ്റിലെ സുറുമ. ഇവിടുത്തെ സുറുമയല്ലേ? ചുറുമ. അത് ഇവിടുത്തെ മാത്രം സ്പെഷ്യൽ. ഓക്കെ ബൈ, താങ്ക് യു. അപ്പൊ നമ്മള് എന്തായാലും ഇനി നേരെ റൂമിലോട്ട് പോവാണെന്ന് ഭയങ്കര എക്സോസ്റ്റഡ് ആയതുകൊണ്ട് അപ്പൊ എന്തായാലും പാനിപ്പൂരി കഴിച്ചിട്ട് പോകാന്ന് വെച്ചു. കാരണം ഇവിടുത്തെ ആൾക്കാർക്കാണ് ഇവിടുത്തെ ഏറ്റവും നല്ല പാനിപ്പൂരി വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഇനിയിപ്പോ വെള്ളം കുടിച്ചാ ശരിയാവില്ല ഇതിന്റെ കൂടെ. അപ്പോ നമ്മള് ഇവിടുത്തെ ആൾക്കാരോട് തന്നെ ചോദിച്ചു കഴിക്കാന്ന് വെച്ചാൽ അങ്ങനെ വന്നതാണ്. ഞങ്ങള് റൂമിന്റെ അവിടെ എത്തി പോകാനായിരുന്നു പ്ലാൻ. പിന്നെ മനസ്സിലായി വേണ്ട, ഇവിടുത്തെ ആൾക്കാർക്കാകുമ്പോ ബൈ അച്ഛ പാനിപ്പൂരി താ ടേസ്റ്റി. भाई का नाम क्या था? नाम आपका? ഹുസൈൻ ഭായ് ആണ് നമ്മളെ ഇപ്പൊ കൊണ്ടുപോകുന്നത്. നമ്മൾ ആദിൽ ഭായിയുടെ നിന്ന് മാറിയപ്പോ ഹുസൈൻ ഭായിലേക്ക് പ്രമോഷൻ കിട്ടിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഹുസൈൻ ഭായ് ഗൗരി? അച്ഛാ ഭായ് എല്ലാം അച്ഛാ ഭായികളാണ് ഇവിടുത്തെ. അപ്പൊ ഞങ്ങളിപ്പോ റൂമിലേക്ക് പോവാണ്. ഇനി റൂമിൽ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് ഞങ്ങൾ കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങളുടെ ഒരു പേഴ്സണൽ ടൈം കണ്ടെത്താൻ തീരുമാനിച്ചു. പാതിരാത്രി 12 മണിയപ്പോ പോകുന്ന ഒരു സാധനം വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളായിരുന്നു. ആ സാധനം കിട്ടിയില്ല. അത് നമ്മള് നിന്ന് പോയി കഴിക്കും. യെസ്, എന്താന്ന് പോലും അറിയാതെയാണ് ഞാൻ കൂടെ പോകുന്നത്. നല്ല സാധനം അത്. സോ നമുക്ക് എന്തായാലും അതൊരു സ്പെഷ്യൽ സാധനം സൂറത്തില്. അപ്പൊ നമുക്ക് എന്തായാലും അതൊക്കെ പോയി. അത് നമ്മുടെ റൂമിന്റെ അവിടെ നിന്ന് 2 minutes ഉള്ളൂ. നമ്മളെന്തായാലും റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ സാധനം കഴിക്കാൻ പോകുമ്പോ കാണാം. ഞങ്ങള് ഫുഡ് തെരഞ്ഞുള്ള യാത്രയിലാണ്. നല്ല ഫുഡൊന്നും എവിടെയാന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഓരോരുത്തരോട് ചോദിക്കുമ്പോ ഇവിടെ ഉള്ളവർക്ക് തന്നെ വ്യക്തമായിട്ട് ധാരണയില്ല. സോ ഞങ്ങൾ എന്നെ അന്വേഷിച്ച് ഇങ്ങനെ ഇറങ്ങിയേക്കുവാണ്. എന്ത് ശല്യങ്ങളാ, വിഷ്വല് കാണിക്കാൻ പറ്റാത്ത സാഹചര്യം. നാറ്റം വേറെ. അങ്ങനെ ഫൈനലി നമ്മുടെ ഫുഡിന്റെ ലൊക്കേഷനിലെത്തി. ഫസ്റ്റ് ഫുഡ്, ദെൻ ബേക്കറി. ഇത് ഇവിടുത്തെ ഫേമസ് ബ്രാൻഡാണ്. സോ ആദ്യം ദെൻ നമ്മള് സെലക്ട് ചെയ്യും. ഫുഡ് അന്വേഷിച്ച് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫൈനലി ഇവിടെ ഒരു ഷോപ്പിലെത്തി. എന്താ സ്പെഷ്യൽ എന്നിട്ട് കഴിക്കുന്നത്? നമ്മള് ചിക്കൻ 65 ബിരിയാണി, അതും കേരള റൈസ്. അതാണ് ഹൈലൈറ്റ്. അയാളെ സജസ്റ്റ് ചെയ്തതാണ് കേരള റൈസ്. അയാൾ എന്താ പറയുന്നത് വന്നപ്പോ തന്നെ? ഇവിടുത്തെ നമ്മൾ ചോദിച്ചു സൂറത്തിന്റെ സ്പെഷ്യൽ എന്താണ്. അപ്പം സൂറത്തിന്റെ സ്പെഷ്യൽ ഈ റെസ്റ്റോറന്റ് ഇല്ല. നമ്മൾ ചോദിച്ചു ഈ റെസ്റ്റോറന്റിന്റെ സ്പെഷ്യൽ എന്താണ്. അപ്പോ പുള്ളി പറഞ്ഞു കേരള ബിരിയാണി. അയാൾക്ക് നമ്മളെ കണ്ടിട്ട് എവിടുന്നാന്ന് തോന്നിയിട്ടുണ്ടാവുന്നാവോ. അപ്പൊ ഞങ്ങൾ സേഫിന് ഒരു കേരള ബിരിയാണി പറഞ്ഞു, അതാവും നല്ലത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേക്കറി മീൽ പോയിട്ട് കഴിക്കാന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഫുഡിന്റെ ഫസ്റ്റ് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ബിരിയാണി വന്ന് കഴിക്കാം. എന്തിനാണ് ബിരിയാണി എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം. സോ ഇതാണ് നമ്മുടെ സൂറത്ത് സ്പെഷ്യൽ കേരള ബിരിയാണി. ഒരു ശരിയായൊരു ഇത് തന്നെ കേട്ടോ, റീലുളി തന്നെ.
ഞാൻ ആദ്യം ഗൗരിക്ക് കുറച്ച് ഇതാക്കി തരാം. എങ്ങനെ ഉണ്ട് നോക്ക്. കേരളത്തിൽ നിന്ന് കിട്ടുന്നതാണോ ഇവിടുന്ന് കിട്ടുന്നതാണോ ദുബായിന്ന് കിട്ടുന്നത് എന്താണോ? 65 ആണോ അത്? ആദ്യം നീ കുറച്ച് ടേസ്റ്റ് നോക്ക്. ഒന്ന് നിന്റെ എക്സ്പ്രഷൻ ഒന്ന് കിട്ടാനാ. ഇത് കിട്ടുന്നില്ല. ഇത് കഴിക്കുന്നുണ്ടോ? ഇത് കൊള്ളാം. നല്ല റൈസടോ, നല്ല റൈസ് കൊള്ളാം, ഇഷ്ടപ്പെട്ട. വെറുതെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞ ഫ്ലേവർ ഒക്കെ ഉണ്ട്. ഒന്ന് കഴിക്കുവോ? ചൂട്. പിന്നെ സ്റ്റൈലിനൊരു കുറവില്ലല്ലോ ഗൗരിക്ക്, ആണല്ലോ മെയിൻ. യമ്മി, ഇഷ്ടപ്പെട്ടില്ലേ? എക്സ്പ്രഷൻ ഇല്ലല്ലോ നിനക്ക്. സോ ഗായ്സ്, ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വരാം. സോ ഗൗരി, നമ്മളെവിടെയാണ്? ബി ക്രീമി, ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ്. സോ നമ്മളിവിടെ വന്നിട്ട് കാജു തിക് ഷേക്ക് ആണ് കുടിക്കുന്നത്. ഇതാണ്. സോ ഇതൊരു മലയാളി ചേട്ടൻ. ഞങ്ങൾ പിന്നെ അറിഞ്ഞു, നേരത്തെ കഴിച്ച ബിരിയാണി കടയും ഈ ചേട്ടന്റെ കടയായിരുന്നു, അടിപൊളിയായിരുന്നു. സോ ഈ ചേട്ടൻ ഈ ചേട്ടൻ്റെ വാങ്ങി നമ്മൾ റൂമിൽ പോയി കഴിക്കാന്ന് വിചാരിക്കുന്നു. സോ പോവാം. സോ നമുക്ക് ചുറ്റിൽ നിന്നും ഉപദേശമാണല്ലേ ഗൗരി? ഓട്ടോക്കാരുടെ ഉപദേശം ഷോ- അവര് മാത്രമേ നല്ലവരുള്ളൂ. നല്ലവരുള്ളൂ. ബാക്കി പുറത്തുനിന്നുള്ളൊരു ഉദ്ദേശം ഓട്ടോക്കാരുടെ പോയരുത്. പോകരുത്, കമ്മീഷനാണ് എങ്ങനെ പോയാലും പണിയാന്നർത്ഥം. പിന്നെ നമ്മുടെ ഒരു ലോജിക്ക് അനുസരിച്ച് ചെയ്യാം. പർച്ചേസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സോ ഞങ്ങൾ എന്തായാലും ബി ക്രീമി വാങ്ങി നടക്കുകയാണ് റൂമിലേക്ക്. കാരണം വയ്യ, ഓൾറെഡി ബിരിയാണി കഴിച്ച് വയറ് ഫില്ല. ഒരു ബിരിയാണി ആണെങ്കിൽ പോലും ഇപ്പൊ നമുക്ക് കഴിക്കാതെ ആയിട്ട് വയ്യ അല്ലേ? അപ്പൊ ഫുൾ വയ്യാതെ ആയി തുടങ്ങി. സോ നമ്മൾ എന്തായാലും റൂമിൽ പോയിട്ട് കഴിക്കാം, അതാവും നല്ലത്. റൂമിലേക്ക് 2-3 മിനിറ്റ്സ് വോക്കബിൾ ഡിസ്റ്റൻസ് ആകും. ബി ക്രീമി ഇവിടെ വന്ന് റൂമിൽ വന്നിട്ടാണ്, കാരണം വയറ് ഫുൾ ആയതുകൊണ്ടും റൂമിന്റെ വൃത്തികേടുകൾ എല്ലാം ഉണ്ട് ഇതില്. ആണോ? നല്ല കാണാണ്ടോ? കുറവാണ്. ക്ലോസ് ആക്കിപ്പോ. ഇതാണ് ബി ക്രീമി. ഇത് സൂറത്ത് സ്പെഷ്യൽ ആണ്, തിക് ഷേക്ക് ആണ്. ഇത് കാജു ബി ക്രീമി. കുറെ ഫ്ലേവേഴ്സ് ഉണ്ട്, പക്ഷേ നമ്മൾ കാജു ആണ് എടുത്തത്. ഇത് കണ്ടോ, ഭയങ്കര തിക്കാ, കണ്ടോ, ഐസ്ക്രീം പോലെ. ഷേക്ക് ആണല്ലേ? ഷേക്കാ ഇത്. ശരിക്കും ഒന്നും നമുക്ക് രണ്ടാമത് എനിക്ക് ഇഷ്ടമല്ല ഇത്. എന്ത് മധുരം. പക്ഷെ അത് കൊള്ളാം. താഴേക്കാണോ ഇത്? പക്ഷെ ഞാൻ ആദ്യമായിട്ടല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൂറത്തിൽ വന്നപ്പോഴും കൊള്ളാം. അധികം മധുരം ഇല്ല, ഐസ്ക്രീം പോലെ. ഗായ്സ്, അപ്പൊ ഞങ്ങള് ബി ക്രീമി കാജു ഒക്കെ കഴിച്ച് ഉറങ്ങാൻ വേണ്ടി പോവാണ്. ഒന്ന് ഫ്രഷ് ആയിട്ട് കിടക്കണം. അപ്പൊ ഇതാണ് സൂറത്തിലെ മൂന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ. സോ നാളെ അടുത്ത വിശേഷങ്ങളുമായി കാണും വരയ്ക്കും ബൈ.